കാഴ്ചയപ്പത്തിൻ്റെ മേശയും തങ്ക നിലവിളക്കും നമുക്കൊന്ന് ചിന്തിക്കാം. സമാഗമന കൂടാരത്തിൽ തിരുനിവാസത്തിൻ്റെ വടക്കുവശത്ത് തിരശ്ശീലയ്ക്ക് പുറത്താണ് മേശ. ടേബിൾ ഓഫ് ഷോ ബ്രെഡ്, കാഴ്ചയപ്പത്തിൻ്റെ മേശ. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം 22-ാം വാക്യം. മേശ ഖദിരമര നിർമ്മിതമാണ്. അതിന് 2 മുഴം നീളവും 88.9 സെൻറ്റിമീറ്റർ, 1 മുഴം വീതിയും 44.5 സെൻറ്റിമീറ്റർ, 1.5 മുഴം ഉയരവുമുണ്ട്, 66.65 സെൻറ്റിമീറ്റർ. തങ്കം കൊണ്ട് പൊതിഞ്ഞതാണ്. ചുറ്റും പൊന്നുകൊണ്ടുള്ള വക്കുണ്ട്. മേശ ചുമക്കേണ്ടതിന് തണ്ട് കടത്തുവാൻ 4 പൊൻവളയം പാർശ്വങ്ങളിൽ കാണാം. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 23 മുതൽ 30 വരെ. മേശയെ അഭിഷേകം ചെയ്യണം. പുറപ്പാട് 30:2. ശബ്ബത്തുകളിൽ പുരോഹിതൻ അതിന്മീതെ പുതിയ കാഴ്ചയപ്പം വയ്ക്കണം. ലേവ്യ പുസ്തകം 24-ാം അധ്യായം 5 മുതൽ 7 വരെ. ഈ മേശ ചുമക്കേണ്ട ചുമതല കെഹാത്യ ലേവ്യർക്കാണ്. സംഖ്യാപുസ്തകം 3:31. തങ്ക നിലവിളക്ക്, ഗോൾഡൻ കാൻഡിൽ സ്റ്റിക്ക്. വിശുദ്ധ സ്ഥലത്ത് മേശയ്ക്ക് നേരെ തെക്കുവശത്താണ് നിലവിളക്കിൻ്റെ സ്ഥാനം. പുറപ്പാട് 40:24. നിലവിളക്ക് തങ്ക നിർമ്മിതമാണ്. നിലവിളക്കിനും ഉപകരണങ്ങൾക്കുമായി 1 താലന്ത് സ്വർണം വേണ്ടി വന്നു. അതിൻ്റെ ചുവടും തണ്ടും പുഷ്പപുടങ്ങളും മുട്ടുകളും പൂക്കളും തണ്ടിൽ നിന്ന് തന്നെയാണ്. കവരങ്ങൾ 3 ഇടത്തോട്ടും 3 വലത്തോട്ടുമാണ്. നടുക്കുള്ള തണ്ടിൻ്റെ അതേ ഉയരം കവരങ്ങൾക്കുമുണ്ട്. ഓരോ ശാഖയിലും ഓരോ മുട്ടും ഓരോ പൂവുമായി ബദാംപൂ പോലെ 3 പുഷ്പപുടമുണ്ട്. വിളക്ക് തണ്ടിൽ 4 പുഷ്പപുടമുണ്ടായിരിക്കണം. 3 കവരങ്ങൾ പിരിയുന്ന സ്ഥാനത്ത് 3 മുകളറ്റത്ത് 1 പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 31 മുതൽ 40 വരെ. 37-ാം അധ്യായം 17 മുതൽ 24 വരെ. വിളക്ക് തണ്ടിൻ്റെ വലിപ്പം പറഞ്ഞിട്ടില്ല. യഹൂദ്യ പാരമ്പര്യമനുസരിച്ച് ഉയരം ഏതാണ്ട് 1.5 മീറ്ററും വീതി 1.05 മീറ്ററും ആണ്. വിളക്ക് തങ്കനിർമ്മിതമാണ്. 6 കവരങ്ങളിലും തണ്ടിലുമായി 7 വിളക്കുകളുണ്ട്. പരിശുദ്ധമായ ഒലിവെണ്ണയാണ് വിളക്കുകൾക്ക് ഉപയോഗിക്കുന്നത്. സന്ധ്യായാഗ സമയത്താണ് ദീപം കത്തിക്കുന്നത്. പുറപ്പാട് പുസ്തകം 30:8. പ്രഭാതയാഗ സമയത്ത് വിളക്കണയ്ക്കുകയും തുടയ്ക്കുകയും ചെയ്യും. പുറപ്പാട് 30:7. 1 ശമൂവേൽ 3-ാം അധ്യായം 3-ാം വാക്യം. നിലവിളക്കുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളാണ് ചവണകളും കരിന്തിരിപ്പാത്രങ്ങളും. അവയും തങ്കനിർമ്മിതമാണ്. 25-ാം അധ്യായം 38-ാമത്തെ വാക്യം.